അനന്ത് അംബാനിയെ വിവാഹം കഴിച്ച് ലോകത്തിലെ ഏറ്റവും വിലയുള്ള രണ്ടാമത്തെ ആഡംബര വസതിയായ മുകേഷ് അംബാനിയുടെ ആന്റിലിയയിലേക്ക് വലതുകാൽ വെച്ച് കയറി വരുന്ന രാധിക മർച്ചന്റ് യഥാർത്ഥത്തിൽ ആരാണ്? എവിടുത്തുകാരിയാണ്? വിവാഹശേഷം അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഏതു മേഖലയിലേക്കാവും രാധിക കൈവയ്ക്കുക? നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ ആഗോള കരാർ നിർമ്മാതാക്കളായ എൻകോർ ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും സിഇഒയുമായ വിരേൻ മർച്ചന്റിന്റെ മകളാണ് രാധിക മർച്ചന്റ്. 2000 കോടി രൂപയാണ് എൻകോറിന്റെ മൂല്യമെന്ന് ഓർക്കണം. ഇപ്പോൾ 30 വയസ്സുള്ള രാധിക മർച്ചന്റ് ജനിച്ചത് മുംബൈയിലാണെങ്കിലും കുടുംബ വേരുകളൊക്കെ ഗുജറാത്തിലാണ്. BD സൊമാനി ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് IB ഡിപ്ലോമ നേടിയ രാധിക 2017 ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടി. ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യ ഫസ്റ്റ് ഓർഗനൈസേഷൻ, ദേശായി ആൻഡ് ദിവാൻജി തുടങ്ങിയ കൺസൾട്ടന്റ് സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് ചെയ്തു. പിന്നാലെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഇസ്പ്രാവയിൽ ജൂനിയർ സെയിൽസ് മാനേജറായി ജോലി നോക്കി. ഇതിനൊക്കെ ശേഷമാണ് രാധിക കുടുംബ ബിസിനസ്സിലേക്ക് കൈവയ്ക്കുന്നത്. നിലവിൽ രാധികയും സഹോദരിയും എൻകോർ ഹെൽത്ത് കെയറിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ്. എൻകോർ ഹെൽത്ത് കെയറിനെ വളർത്തുന്നതിൽ രാധിക ഒരു മികച്ച പങ്ക് വഹിച്ചിട്ടുണ്ട്. അഥർവ ഇംപെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സ്വസ്തിക് എക്സിം പ്രൈവറ്റ് ലിമിറ്റഡ്, ഹവേലി ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുൾപ്പെടെയുള്ള കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് രാധിക. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ ബിസിനസ് സാമ്രാജ്യമായ $114.5 ബില്യൺ ആസ്തിയുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മരുമകളായി എത്തുന്ന രാധിക ഇനി പ്രിയതമൻ അനന്ത് അംബാനി നയിക്കുന്ന ഊർജ്ജ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബിസിനസ്സിനൊപ്പം മികച്ച കലാകാരിയുമാണ് രാധിക. ക്ലാസിക്കൽ ഡാൻസിൽ മികച്ച പെർഫോമൻസുകൾ രാധിക നടത്തിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ തന്റെ സ്വത്തിന്റെ 5 മുതൽ 15% വരെ മക്കളുടെ വിവാഹത്തിന് ചിലവാക്കുന്നു എന്നാണ് കണക്ക്. എന്നാൽ മകന്റെ കല്യാണത്തിന് മുകേഷ് അംബാനി ചിലവാക്കിയ 5000-ഓളം കോടി രൂപ പക്ഷേ അംബാനിയുടെ ആസ്തിയുടെ വെറും 0.5% മാത്രമേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. 6 മാസമായി നടക്കുന്ന വിവാഹ മാമാങ്കത്തിൽ അതിഥികളെ മുംബൈയിലേക്ക് കൊണ്ടുവരാൻ തന്നെ അംബാനി കുടുംബം 3 ഫാൽക്കൺ 2000 ജെറ്റുകളാണ് സജ്ജമാക്കിയത്. 210 കോടി രൂപയാണ് ഭക്ഷണ സൽക്കാരങ്ങൾക്കായി മാത്രം പൊടിച്ചത്. കല്യാണത്തിന് മുൻപുള്ള ചടങ്ങുകളിൽ 70 കോടിയിലധികം രൂപയ്ക്കാണ് വിദേശത്ത് നിന്നും ഗായകരെ ഇറക്കുമതി ചെയ്തത്. ആഡംബരത്തിന്റെ സകല സീമകളും ലംഘിച്ചൊരു കല്യാണമെന്ന് വേണം പറയാൻ.